ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ പലഹാരമായ ഉണ്ടംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ഇതിന് പറയുന്നത്. ഉണ്ടംപൊരി, ബോണ്ട, പഴംകേക്ക് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തിന് ഗുണ്ട് എന്നും പറയാറുണ്ട്. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. നമ്മുടെ ചായക്കടകളിൽ കിട്ടുന്ന ഈ പലഹാരം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട്. മൈദമാവിന് പകരം ഗോതമ്പ് മാവ് എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് മാവും മൈദമാവും കൂടി ചേർത്തിട്ടെടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ അപ്പക്കാരം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 3 പാളയംകുടം പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പാളയംകുടം പഴത്തിന് പകരം റോബസ്റ്റ് ആയാലും കുഴപ്പമില്ല. പഴം ഒന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 250 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ശർക്കര പാനി കുറച്ച് പഴത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പഴം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി മാവിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് പഴം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. പാനി കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പാനി കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശർക്കര പാനി മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. 1/2 കിലോ മാവിന് ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുത്തത്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. മാവ് അല്പം ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ശർക്കര പാനി ഒഴിച്ചിട്ട് കുഴയ്ക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഇത് അടച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഈ മാവൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരല്പം വെള്ളം മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ തേങ്ങ വറുത്തതും കൂടെ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. തേങ്ങ കുറച്ച് എണ്ണയിൽ വറുത്തെടുത്തിട്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലേക്കിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കുമ്പോൾ മാവ് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് കയ്യിൽ വെള്ളം നനച്ച ശേഷം മാവ് ഇതുപോലെ എടുത്ത് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം എണ്ണയിലേക്ക്. ഇതുപോലെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉരുട്ടിയിട്ട് കൊടുത്താലും മതിയാകും. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഒന്ന് കയ്യിൽ മാവെടുത്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. കൈ നന്നായിട്ട് നനച്ചിട്ട് വേണം മാവെടുക്കാനായിട്ട്. മാവിടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം ഒട്ടും വേകാതെ ഇരിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് സമയമെടുത്ത് മീഡിയത്തിലും ലോയിലും മാറി മാറി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഉണ്ടംപൊരി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിത് കയ്യിൽ ഉരുട്ടിയെടുത്തിട്ടാണ് ഇതിടുന്നത്. എങ്ങനെയായാലും കൈ നന്നായിട്ട് നനച്ചിട്ട് വേണം മാവ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. കുറേ കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വലിയ വലിയ കടയിൽ കിട്ടുന്നത് പോലുള്ള ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണയിലാണ് എപ്പോഴും തയ്യാറാക്കിയെടുക്കുന്നത്. എണ്ണ വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയെ ഒഴിക്കാറുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ബോണ്ടായിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാനേ പറ്റുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.